വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. അഫ്വാൻ എന്ന 23-കാരൻ സ്വന്തം സഹോദരൻ അഫ്സാൻ, പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ സജിത ബീവി, പിതാവിന്റെ മാതാവ് സൽമാ ബീവി, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. അഫ്വാൻ തന്റെ മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ട അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തിനാണ് പ്രതി ഇത് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തതയില്ല. അഫ്വാൻ അധികം ആരോടും സംസാരിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണുമ്പോൾ ഒരു ചിരി മാത്രമാണ് അഫ്വാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. അഫ്വാൻ ഏറ്റവും പ്രിയം സിനിമകളായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പല സിനിമകളിലെ സംഭവങ്ങളും ജീവിതത്തിൽ അനുകരിക്കാനും പ്രതി ശ്രമിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹപാഠി അഫ്വാനെ മർദ്ദിച്ചു. തുടർന്ന് ചെരുപ്പിടാതെ നടക്കുകയും അവനെ തിരിച്ചടിച്ച ശേഷം മാത്രമേ ചെരുപ്പ് ധരിക്കുകയുള്ളൂവെന്ന് അഫ്വാൻ പറഞ്ഞിരുന്നുവെന്നും നാട്ടുകാരും സുഹൃത്തുക്കളും പറയുന്നു. 2016 പുറത്തിറങ്ങിയ ഫഹദ് ഫാസിലിന്റെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ഇതിവൃത്തവും ഇതുതന്നെയായിരുന്നു. നായകനെ വില്ലൻ മർദ്ദിക്കുകയും തുടർന്ന് നായകൻ തിരിച്ചടിക്കും വരെ ചെരുപ്പിടാതെ നടക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയിലെ രംഗങ്ങളെ ഇത്രയും ജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുന്നതിനാൽ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലും ഇത്തരത്തിൽ സിനിമാ ശൈലി പിന്തുടർന്നിട്ടുണ്ടോ എന്ന് നാട്ടുകാരുടെ സംശയമാണ്. അതിനിടെ കൂട്ടക്കൊലയ്ക്കിടെ പ്രതി അഫ്വാൻ ബാറിൽ പോയി മദ്യപിച്ചു എന്നും വിവരം പുറത്തുവരുന്നു. ഉമ്മയടക്കം 4 പേരെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷമാണ് അഫ്വാൻ ബാറിൽ പോയത്. വെഞ്ഞാറമൂട്ടിലെ ബാറിൽ 10 മിനിറ്റ് ചിലവഴിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് കൊണ്ടുപോകാനായി പ്രതി മദ്യവും വാങ്ങിയിരുന്നു. വീട്ടിലെത്തി ഫർസാനെയും അനുജനെയും കൊലപ്പെടുത്തിയ ശേഷം മദ്യം കഴിച്ചു. ആറ്റിങ്ങൽ ഡിവൈഎസ്പി നേരിട്ടെത്തിയിട്ടും ആശുപത്രിയിൽ കഴിയുന്ന അഫ്വാന്റെ മൊഴിയെടുക്കാനായില്ല. പ്രതി മൊഴി നൽകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അഫ്വാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുമുണ്ട്. കാര്യം ആവശ്യപ്പെട്ട് സൈബർ പോലീസിന് കത്ത് നൽകി. കൂട്ടാത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്ന് പ്രതി മുൻപ് മൊഴി നൽകിയിരുന്നു. ഇതിനുള്ള മാർഗങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞിരുന്നുവെന്നും അഫ്വാൻ പറഞ്ഞിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. അഫ്വാന്റെ ഫോണും ഉമ്മ ഷെമിയുടെ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി. ഷെമിയെ കഴുത്തിൽ കുരുക്കിട്ട് ബോധരഹിതയാക്കി മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ബന്ധുക്കളെ കൊലപ്പെടുത്താൻ പോയത്. 3 കൊലപാതകങ്ങൾക്കും ശേഷം ബാറിലെത്തി മദ്യപിച്ച് തിരിച്ചെത്തിയാണ് ഫർസാനെയും അഫ്സാനെയും അഫ്വാൻ കൊലപ്പെടുത്തിയതും ചുറ്റിക കൊണ്ട് ഷെമിയുടെ തലക്കടിച്ചതും. ഷെമി വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവരുടെ മൊഴിയെടുത്ത സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമം. കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല. സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥയുമായി പൊരുത്തപ്പെടാത്ത പ്രതിയുടെ താളം തെറ്റിയ ജീവിതമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന. പിതാവ് വിദേശത്ത് കടക്കണിയിലായതും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വർഷങ്ങളായി യാത്രാവിലക്കിൽ കുരുങ്ങിയതും കാരണം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു കുടുംബം. അപ്പോഴും അഫ്വാന് കമ്പം, ആഡംബര ജീവിതം, ധൂർത്ത്, വില കൂടിയ വാഹനങ്ങൾ എന്നിവയോടെയായിരുന്നു. ആരെങ്കിലും ഉപദേശിച്ചാൽ അവരോട് പക. എങ്കിലും പിതാവിന്റെ ബാധ്യത തീർക്കാൻ കടം വാങ്ങിയിരുന്നു. അഫ്വാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നതോടെയാണ് സ്വന്തം അനുജനടക്കം ഉറ്റ ബന്ധുക്കളെയും കാമുകയെയും കൊലപ്പെടുത്തി ജീവനൊടുക്കണമെന്ന ചിന്തയിലെത്തിയത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 5 പേരെ വകവരുത്തിയ ശേഷം വിഷം കഴിക്കുകയായിരുന്നു. അഫ്വാന്റെ പിതാവ് വെഞ്ഞാറമൂട് പെരുമല സൽമാസിൽ റഹീം സൗദിയിലെ ദമാമിൽ വാഹന സ്പെയർ പാർട്സ് ബിസിനസ് പൊളിഞ്ഞ വൻ കടക്കണിയിലാണ്. 7 വർഷമായി നാട്ടിൽ വന്നിട്ടില്ല. 4 വർഷം മുമ്പ് യാത്രാവിലക്കിൽ കുടുങ്ങുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.